സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 11. ഒരു കല്ലുമായി ഡാനിയുടെ തലക്കിടിക്കാൻ വന്ന ഒരുവൻ്റെ നാഭിയിൽ തന്നെ നരേന്ദ്രൻ ആഞ്ഞു തൊഴിച്ചു. അയാളുടെ കയ്യിൽ നിന്നും കല്ല് താഴെ വീണു. വയറിന്മേൽ ഇരു കൈകൊണ്ടും പൊത്തിക്കൊണ്ട് അയാൾ താഴെയിരുന്നു. അത് നോക്കിയിട്ട് ഡാനി നരേന്ദ്രനോട് പറഞ്ഞു, നിനക്കൊന്നിനും ഒരു മയമില്ലല്ലോ നരേന്ദ്ര. അക്രമികളുടെ സംഘബലം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. പോരാട്ടവീര്യം കുറഞ്ഞു. നിലത്ത് വീണവരൊക്കെ എഴുന്നേൽക്കാൻ വിഷമിച്ചു. വിനീത ജനലിലൂടെ കാണുകയായിരുന്നു മുറ്റത്ത് നടക്കുന്ന ഘോര യുദ്ധം. ആരൊക്കെയോ നരേന്ദ്രൻ്റെ പേര് ഉച്ചരിക്കുന്നത് അവൾ 2-3 തവണ കേട്ടു. അട്ടഹാസങ്ങളുടെയും ചീറ്റലുകളുടെയും തെറിപ്പദങ്ങളുടെയും ശക്തി ക്ഷയിച്ചു വന്നു. പകരം അമർത്തിയ കരച്ചിലും ഞരക്കങ്ങളും കേൾക്കായി. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ എല്ലാം അവസാനിച്ചു. ഒറ്റ ഒരുത്തനെ വിട്ടുകളയരുത്, ഡാനി കൽപ്പിച്ചു. രക്ഷപ്പെട്ടോടാൻ ശ്രമിച്ചവരെയെല്ലാം കുഞ്ഞുമോനും കരുണനും ചേർന്ന് അടിച്ചു വീഴ്ത്തി. എല്ലാ അവന്മാരെയും റോഡിലോട്ട് കൊണ്ടുപോവാ, ശങ്കർ പറഞ്ഞു. 2 പേരെ വീതം ഓരോ കയ്യിലും താങ്ങി പിടിച്ച് ശങ്കറും ഡാനിയും മുമ്പേ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. നരേന്ദ്രൻ 2 പേരെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴിച്ചു കൊണ്ടുപോയി. നരേന്ദ്രൻ അവരെ താഴെ എത്തിച്ചിട്ട് വീണ്ടും മുറ്റത്തേക്ക് കയറി വന്നു. നരേന്ദ്രനും കുഞ്ഞുമോനും കരുണനും കൂടി ബാക്കിയുള്ളവരെയും റോഡിലെത്തിച്ചു. അവരിൽ ഒരാളുടെ ഉടുമുണ്ട് വലിച്ചു കീറി ഡാനി 9 പേരുടെയും കൈകൾ അന്യോന്യം കൂട്ടിക്കെട്ടി. കയ്യിലുള്ള കാശൊക്കെ ഇങ്ങ് എടുത്തേടാ പിള്ളേരെ, കുഞ്ഞുമോൻ പറഞ്ഞു. ഓരോരുത്തരുടെയും ഷർട്ടിൻ്റെ പോക്കറ്റുകൾ കുഞ്ഞുമോൻ വലിച്ചു കീറി. 9 പോക്കറ്റുകൾ തപ്പിയിട്ട് 3270 രൂപയാണ് കിട്ടിയത്. കുഞ്ഞുമോനെ, നമുക്കെന്തിനാ അവന്മാരുടെ കാശ്, കൊടുത്തേക്ക്, നരേന്ദ്രൻ പറഞ്ഞു. 3 ദിവസത്തെ പണിക്കൂലി 5 പേരുടെ. നീ ഒന്ന് കണക്ക് കൂട്ടുന്നു നരേന്ദ്ര. 200 രൂപ വെച്ച് കൂട്ടിയാലും 15 2 30 3000 രൂപ. ലോഡ്ജിൻ്റെ വാടക, ഓട്ടോറിക്ഷ കൂലി, വണ്ടിക്കൂലി, കുപ്പി മേടിക്കുന്ന കാശ്, ഹോട്ടൽ ചാപ്പാട്, ഇതൊക്കെ നമ്മൾ താങ്ങണോ? ഈ കഴിവറുടെ മക്കളല്ലേ ഇതിനെല്ലാം ഉത്തരവാദികൾ, കുഞ്ഞുമോൻ ന്യായീകരിച്ചു. അക്രമി സംഘത്തെ മൺതിട്ടയിലേക്ക് ചാരി നിർത്തിയിരിക്കുകയായിരുന്നു. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? നരേന്ദ്രൻ അവരെ നോക്കി ചോദിച്ചു. അവർ തല താഴ്ത്തി നിന്നു. നിങ്ങളേതായാലും പോലീസിൽ പരാതി കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പോലീസ് ഞങ്ങളൊരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല, നരേന്ദ്രൻ പറഞ്ഞു. കുഞ്ഞുമോൻ അവരുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോരുത്തരുടെയും താടിക്ക് തട്ടി. ഒന്നും പറയാനില്ലേടാ, ആൺതുണയില്ലാത്ത പെണ്ണുങ്ങളുടെ അടുത്ത് ശൗര്യം കാണിക്കാനിറങ്ങിയ പട്ടികൾ. ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, ഇനി ആ മുറ്റത്ത് നിങ്ങളിൽ ഒറ്റ ഒരുത്തനെങ്കിലും കാല് കുത്തിയെന്നറിഞ്ഞാൽ ഞങ്ങൾ പെരുമാറുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ചോദിക്കാനും പറയാനും അവർക്കാരുമില്ലെന്ന് കരുതിയോ? കുഞ്ഞുമോന് കയ്യാങ്കളി ജയിച്ചതിൻ്റെ ഉന്മാദം അടങ്ങിയിരുന്നില്ല. നരേന്ദ്രൻ കാര്യഗൗരവമായിട്ടാണ് അവരോട് സംസാരിച്ചത്. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ അത്. ഇനി അവരെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കുന്നവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടേ ഞങ്ങൾ അടങ്ങൂ. ഇത്തവണ ഞങ്ങളത് ചെയ്യാത്തത് ഒരു മുന്നറിയിപ്പായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. സുഗതൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാ. സുഗതൻ ചേട്ടൻ്റെ ഭാര്യയും മക്കളും ഞങ്ങൾക്ക് ബന്ധുക്കളാ. ആരാടാ നിങ്ങളുടെ നേതാവ്? ഡാനി ചോദിച്ചു. ആരും മിണ്ടിയില്ല. കൂട്ടത്തിൽ സ്വർണ്ണ ചെയിനിട്ട ഒരുത്തൻ്റെ കവളത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് ഡാനി ചോദിച്ചു, നീ അല്ലേടാ? അടി കൊടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവരിലൊരുവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കൂട്ടത്തിലുള്ള കഷ്ണിക്കാരൻ തടിയൻ്റെ അനുജനെയാണ് സുഗതൻ ഇരുമ്പ് കട്ടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. സുഗതൻ്റെ മകനുമായി പങ്ക് ബിസിനസ് നടത്തിയതും സുഗതൻ്റെ മകനെ ജീപ്പിടിച്ചത് കൊന്നതും അയാളുടെ അനുജനായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ജീവനെടുത്ത് പകരം വീട്ടി. സുഗതൻ ചേട്ടൻ ജയിലിലുമായി. ആ കുടുംബത്തിൻ്റെ പണവും തട്ടിയെടുത്ത് അവരുടെ ജീവിതവും തകർത്തിട്ട് നിങ്ങൾ പിന്നെ അവരെ വേട്ടയാടാൻ ചെന്നാൽ ജീവനോടെ വെച്ചേക്കില്ല ഒറ്റയൊരുത്തിനെ, നരേന്ദ്രൻ ഭീഷണി മുഴക്കി. അക്രമി സംഘം മർദ്ദനമേറ്റ ഏറെക്കുറെ അവസരമായിരുന്നു. 1/2 മണിക്കൂർ കഴിയാതെ നിന്നെടുത്ത് നിന്ന് അനങ്ങരുത്, ഞങ്ങൾ ഈ പരിസരത്തൊക്കെ കാണും, കരുണൻ പറഞ്ഞു. പിന്നീട് നരേന്ദ്രൻ്റെ സംഘവും പടിഞ്ഞാറെ കവലയിലേക്ക് നടന്നു. ഇനി ഇവിടെ തങ്ങുന്നത് അപകടമാണ്, എത്രയും വേഗം നമുക്ക് സ്ഥലം വിടാം. അവർ നേരെ കവലയിൽ ചെന്ന് 2 ഓട്ടോറിക്ഷ വിളിച്ച് അവർ പുളിയന്മലയ്ക്ക് പോയി. അവിടെ നിന്ന് ജീപ്പിൽ കട്ടപ്പനയിലെത്തി. കട്ടപ്പനയിൽ നത്തുകല്ല് റോഡിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. കരുതിക്കൊണ്ടു വന്നിരുന്ന കുപ്പികൾ അവർ തുറന്നു. ഗ്ലാസുകളിലേക്ക് വീര്യം പകർന്നു. പോലീസ് കേസ് വന്നാൽ നമ്മൾ കുടുങ്ങുമോ? കരുണൻ സംശയം പ്രകടിപ്പിച്ചു. നമ്മൾ ആരാണെന്ന് വിചാരിച്ചാൽ പോലീസ് അന്വേഷിച്ച് വരുന്നേ? എവിടുന്ന് വന്നവരാണെന്ന് പോലും ആർക്കും അറിയില്ല. കമ്പക്കല്ലിൽ വന്ന് നമ്മളെ പിടിക്കാൻ പോലീസിന് എന്താ ദിവ്യദൃഷ്ടിയുണ്ടോ? ഡാനി ചോദിച്ചു. എന്നാലും നമ്മൾ സൂക്ഷിക്കണം, കരുണൻ പറഞ്ഞു. ഡാനി, നിന്റെ പ്രകടനം അസലായിരുന്നു കേട്ടോ. ഗ്ലാസ്സിലൊഴിച്ചത് അപ്പാടെ വിഴുങ്ങിയിട്ട് കുഞ്ഞുമോൻ പറഞ്ഞു. നീ കരാട്ടെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ വീമ്പടിക്കുകയാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നേ. നിന്റെ കലാപരിപാടി കണ്ടപ്പോൾ എനിക്കും കൂടെ കരാട്ടെ പഠിച്ചാലോന്ന് തോന്നിപ്പോയി. ഇവനുണ്ടല്ലോ ഈ പേടിത്തൂറൻ, കുഞ്ഞുമോനെ ചൂണ്ടി കരുണൻ പറഞ്ഞു.
ശിശുപോലിരിക്കുന്ന ഒരുത്തനെ തെരഞ്ഞു പിടിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി നിർത്തി അവനെ ഇടിച്ച് പഞ്ചറാക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് സഹായത്തിന് വിളിച്ചിട്ട് പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അത് ശരിയാ, ശങ്കർ പറഞ്ഞു. ക്ഷയരോഗിയെപ്പോലിരുന്ന ആ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ ഇടത്തെ കൈ മാത്രം മതിയായിരുന്നു. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇവിടെ ഞാൻ അതേ ചെയ്തുള്ളൂ, കുഞ്ഞുമോൻ ചാരിതാർത്ഥ്യത്തോടെ പറഞ്ഞു. ഈ നരേന്ദ്രൻ എന്നാ കാടനടിയെ അടിച്ചുകൊണ്ടിരുന്നേ? അബദ്ധത്തിലൊന്ന് കിട്ടിയ വകയിൽ എൻ്റെ പല്ലരണ ഇളകി. ഡാനി വിരലുകൾ വായ്ക്കകത്തിട്ട് ഇളകിയ പല്ല് പിടിച്ചു നോക്കി. അവൻ്റെ കവളത്ത് നീരുണ്ടായിരുന്നു. കരുണന് ശരിക്ക് കിട്ടിയിട്ടുണ്ട്. മുഖമിരിക്കുന്നത് കണ്ടോ? ശങ്കർ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ കരുണനെ നോക്കി. അയാളുടെ ഇടത്തെ കണ്ണ് നീര് വന്ന് വീങ്ങിയിരുന്നു. മൂക്കിന് താഴെ ചോരയുണങ്ങിയ പാട്. ചുണ്ടു പൊട്ടി വീർത്തിരിക്കുന്നു. വലത്തെ ചെകിട്ടത്ത് പൂച്ച മാന്തിയതുപോലെ ചോര പൊടിഞ്ഞ പാട്. അതൊന്നും സാരമില്ലടാ, നമ്മൾ വന്ന കാര്യം നേടിയില്ലേ, കരുണൻ സന്തോഷത്തോടെ പറഞ്ഞു. നമ്മൾ 5 പേരും കൂടി ഒന്നിച്ചു നിന്നാൽ ഇതുപോലെ പലതും നേടാൻ നമുക്ക് കഴിയും, കണക്കുകൂട്ടലുകളോടെ നരേന്ദ്രൻ പറഞ്ഞു. ഇനി എന്ത് നേടാനാ? കുഞ്ഞുമോൻ ചോദിച്ചു. പലതും നേടാനുണ്ട്. ഞാനുണ്ട് നരേന്ദ്ര നിൻ്റെ കൂടെ, ഡാനി നരേന്ദ്രൻ്റെ കൈത്തല മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനുമുണ്ട്. ശങ്കറും കൈ കൊടുത്തു. ഞാനും. കരുണനും കൈ നീട്ടി. ഞാനായിട്ട് എന്തിനാ ഇല്ലാതിരിക്കുന്നേ? എനിക്കിപ്പം മേലുകീഴ് നോക്കാനൊന്നുമില്ല. കുഞ്ഞുമോനും മറ്റുള്ളവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആപത്ത് വന്നാലും നേട്ടം വന്നാലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഒരാൾ മറ്റൊരാളെ ചതിക്കരുത്, ഒറ്റിക്കൊടുക്കുകയും ചെയ്യരുത്, നരേന്ദ്രൻ പറഞ്ഞു. തങ്കച്ചനും കൂടി വേണ്ടിയിരുന്നു, കുഞ്ഞുമോൻ പരിതപിച്ചു. ഗ്ലാസുകൾ നിറയുകയും ഒഴിയുകയും ചെയ്തു. അവരിനി ആ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമോയെന്ന എൻ്റെ പേടി, കുഞ്ഞുമോൻ പറഞ്ഞു. അതിനവരിനി അറയ്ക്കും, അല്ലെങ്കിൽ നമ്മളെ പോലീസ് പിടികൂടണം. അതുവരെ അവന്മാർക്ക് ആ മുറ്റത്ത് കയറാൻ ധൈര്യം വരില്ല, ഡാനി പറഞ്ഞു. 2 കട്ടിലുകളുള്ള മുറിയായിരുന്നു അത്. കുപ്പി ഒഴിഞ്ഞതോടെ ഓരോരുത്തർ കട്ടിലുകളിലേക്ക് തലങ്ങും വിലങ്ങും ചാഞ്ഞു. എല്ലാവരും ക്ഷീണിതരായിരുന്നു. നരേന്ദ്രന് മാത്രം ഉറക്കം വന്നില്ല. അവൻ വാതിൽ തുറന്ന് ലോഡ്ജിൻ്റെ ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഇടനാഴി അവസാനിക്കുന്നിടത്തെ വാതിൽ തുറന്നു. വാട്ടർ ടാങ്കും മറ്റ് സ്ഥാപിച്ചിരിക്കുന്ന ടെറസായിരുന്നു മുമ്പിൽ. ടെറസിലേക്ക് അവൻ ഇറങ്ങി നിന്നു. കിഴക്കുനിന്ന് തണുപ്പ് കാറ്റ് വീശിക്കൊണ്ടിരുന്നു. തൻ്റെ കൂടെ ഇപ്പോൾ 5ഓ 6ഓ പേരുണ്ട്, നരേന്ദ്രൻ കണക്കുകൂട്ടി. എല്ലാവരും വിശ്വസ്തരാണ്, എന്തിനും പോന്നവരാണ്. ഇതൊരു ചെറിയ തുടക്കം മാത്രം, വലിയൊരംഗത്തിൻ്റെ ചെറിയ പരിശീലനം. മനക്കണക്കുകൾ കൂട്ടിക്കൊണ്ട് നരേന്ദ്രൻ ദീർഘനേരം ടെറസിൽ തന്നെ നിന്നു. നേരം പുലർന്ന ഉടനെ വിനീത പുറത്തിറങ്ങി നോക്കി. ഇന്നലെ രാത്രി വലിയ അടിലഹള നടന്ന മുറ്റമാണിത്. ആരെങ്കിലും മുറിവേറ്റ് കിടപ്പുണ്ടോ? ആരെയെങ്കിലും വകവരുത്തിയിട്ടുണ്ടോ? രാത്രിയിൽ പുറത്തിറങ്ങി നോക്കാൻ ഭയമായിരുന്നു. മുറ്റത്ത് രാത്രിയിലെ അടികലശലിൻ്റെ ചില അവശിഷ്ടങ്ങൾ കിടന്നിരുന്നു. നാണയത്തുട്ടുകൾ, ചെയിൻ പൊട്ടിയ വാച്ചുകൾ, കീറിപ്പറഞ്ഞ ഒരു ഷർട്ട്, ചവിട്ടിക്കൂട്ടിയ കൈലി, ഒരു ടോർച്ച്, ഏതാനും രൂപ നോട്ടുകൾ. വിനീത അതിലൊന്നും തൊട്ടില്ല. ആർക്കും ജീവാപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ശാന്തമ്മയും രാജിമോളും വരാന്തയിൽ ഇറങ്ങി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്തൊക്കെയാണ് മോളെ ഇവിടെ സംഭവിച്ചേ? ശാന്തമ്മ പേടിയോടെ ചോദിച്ചു. വിനീത തിരികെ വരാന്തയിലേക്ക് കയറി. സംഭവിച്ചത് എന്താണെന്ന് അമ്മയ്ക്കറിയില്ലേ? പതുപോലെ ആ തെമ്മാടികൾ നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് വന്നു. പോലീസുകാർ ഇടപെട്ട് അവരെ അടിച്ചോടിച്ചു. അവർ പോലീസുകാരായിരുന്നു? രാജിമോൾ ചോദിച്ചു. ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു പോലീസുകാരൻ മഫ്റ്റിയിൽ വന്ന് നമ്മളോട് പറഞ്ഞില്ലായിരുന്നോ മറ്റവന്മാരിനി ഉപദ്രവിക്കാൻ വന്നാൽ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാമെന്ന്? ശാന്തമ്മയ്ക്ക് വിശ്വാസമായില്ലെന്ന് അവരുടെ മുഖഭാവം വിളിച്ചറിയിച്ചു. അമ്മ വേറൊന്നും ചിന്തിക്കണ്ട. ഇന്നലെ രാത്രി ഈ മുറ്റത്ത് വലിയ ബഹളം നടന്നു എന്നല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ല. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു, ശാന്തമ്മ വിലപിച്ചു. ഇന്നലെ രാത്രി തങ്ങളെ ശല്യപ്പെടുത്താൻ വന്ന തെമ്മാടിക്കൂട്ടത്തെ അടിച്ചോടിച്ച സംഘത്തിൽ നരേന്ദ്രൻ ഉണ്ടായിരുന്നെന്ന് വിനീതയ്ക്ക് ഉറപ്പായിരുന്നു. പോലീസാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്നയാൾ നരേന്ദ്രൻ്റെ സംഘത്തിൽപ്പെട്ടയാൾ തന്നെയായിരിക്കും. രാജിമോളെ, മുറ്റത്ത് കിടക്കുന്ന ഒരു സാധനത്തിലും തൊട്ടേക്കരുത്, വിനീത അനുജത്തിക്ക് മുന്നറിയിപ്പ് നൽകി. 10:30 മണിയോടെ ഒരു പോലീസ് ജീപ്പ് വീടിന് താഴെയുള്ള റോഡിൽ വന്നു നിന്നു. രാജിമോളാണ് ആദ്യം കണ്ടത്. അമ്മേ, ചേച്ചി, പോലീസ്! അവൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ശാന്തമ്മ ഭയന്ന് വിളറി. വിനീത ജനലിലൂടെ നോക്കി. പോലീസ് സംഘം വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്നത് അവൾ കണ്ടു. സബ് ഇൻസ്പെക്ടർ രാജശേഖരനും 5 പോലീസുകാരും അടങ്ങുന്ന സംഘം മുറ്റത്തെത്തി. 2 കോൺസ്റ്റബിൾമാർ മുറ്റത്ത് പരിശോധന നടത്തി. SIയും മറ്റു പോലീസുകാരും വരാന്തയിലൂടെ നേരെ വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറി. വിനീതയും ശാന്തമ്മയും രാജുമോളും മുൻഭാഗത്തെ മുറിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ട് SI നിന്നു. നിനക്കൊക്കെ സ്വന്തമായിട്ട് ഗുണ്ടാപ്പടയുണ്ട് അല്ലേടി നായിൻ്റെ മോളെ? അയാൾ അവരുടെ നേർക്ക് ആക്രോശിച്ചു. ശാന്തമ്മ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാജുമോൾ പേടി കൊണ്ട് ശാന്തമ്മയുടെ പിന്നിലേക്ക് നീങ്ങി.
എന്താടി മിണ്ടാത്തത്? എസ് ഐ വിനീതയുടെ നേർക്കടുത്തു. എവിടെയാടി അവന്മാർ? ആര്? ആരുടെ കാര്യം സാറ് പറയുന്നേ? രാത്രി കാവലിന് നീയൊക്കെ വിളിച്ചു വളർത്തിയ നിന്റെ മറ്റവന്മാർ. ഉള്ള സത്യം പറഞ്ഞു. പോലീസിൻ്റെ അടുത്ത് വിളച്ചിൽ വേണ്ട. ഞങ്ങൾ ആരെയും വിളിച്ചു നിർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ആരെയും അറിയാനും വയ്യ. ഇല്ലേടി പട്ടിച്ചി, നിന്നെക്കൊണ്ട് പറയിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. രാജശേഖരൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് നീങ്ങി. അവളെ ചുമരിന് നേർക്ക് തള്ളിയ ശേഷം അയാൾ വാതിലടച്ച് ബോൾട്ടിട്ടു. അവളെ അടിമുടി നോക്കിയിട്ട് അയാൾ അവളുടെ നേർക്ക് നീങ്ങി. വിനീതയുടെ പിന്നിൽ വീടിൻ്റെ ചുമർ കോട്ടമതിൽ പോലെ നിന്നു. ബാറ്റൺ കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒഴിഞ്ഞ് രാജശേഖരൻ പറഞ്ഞു. ഇനി പറഞ്ഞു. ആരാ അവന്മാർ? എവിടുന്ന് വന്നു? എവിടെയാ അവന്മാരെ ഒളിപ്പിച്ചിരിക്കുന്നേ? എല്ലാം പറ. തത്ത പറയുന്ന പോലെ പറ. അയാളുടെ ബാറ്റൺ അവളുടെ മൂക്കിന് മീതെയും ചുണ്ടിലും താടിയിലും ഉരസി കഴുത്തിലേക്ക് ഇറങ്ങി. തോളിൽ കിടന്ന സാരിത്തുമ്പ് അയാൾ ബാറ്റൺ കൊണ്ട് തോണ്ടി താഴേക്ക് ഊർത്തിക്കളഞ്ഞു. ബാറ്റൺ അവളുടെ നെഞ്ചിലൂടെ, വയറിലൂടെ, പൊക്കിൾ ചുഴിയിലൂടെ ഉരസി ഇറങ്ങി. കഴിവറുടെ മോളെ, പറഞ്ഞു. എവിടെയുണ്ട് അവന്മാർ? നിന്നെക്കൊണ്ട് ഞാൻ പറയിക്കും. ബാറ്റൺ അവളുടെ നാഭിയിൽ ഊന്നിക്കൊണ്ട് അയാൾ ഗർജിച്ചു. ശാന്തമ്മ അടഞ്ഞ വാതിലിന് നേർക്ക് ഭീതിയോടെ നോക്കി. അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭയചകിതയായ അവർ അടഞ്ഞ വാതിലിൽ 2 കൈകൊണ്ടും തല്ലി. മോളെ വിനി, വാതിൽ തുറക്കും മോളെ. ശാന്തമ്മ വാതിലിൽ തലയടിക്കുന്നത് കണ്ട് ഒരു കോൺസ്റ്റബിൾ വന്ന് പിടിച്ചു മാറ്റി. മുറിക്കുള്ളിൽ എസ് ഐ രാജശേഖരൻ വിനീതയെ ചോദ്യം ചെയ്യുകയായിരുന്നു. ബാറ്റൻ അവളുടെ വയറിലേക്ക് അമർത്തി ചുമരിലേക്ക് ഊന്നി നിർത്തിക്കൊണ്ട് എസ് ഐ അവളുടെ മുഖത്തേക്ക് തറച്ചു നോക്കി. സത്യം പറഞ്ഞു, അല്ലാതെ നിനക്ക് രക്ഷയില്ല. അയാൾ ഭീഷണി മുഴക്കി. ഇന്നലെ രാത്രി ഇവിടെ വന്ന ഗുണ്ടകൾ ആരൊക്കെയായിരുന്നു? എവിടുന്നാണ് അവർ വന്നത്? എങ്ങോട്ടാണ് അവർ പോയത്? എൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയവരും അവരുടെ ആൾക്കാരുമായിരുന്നു ഇന്നലെ ഇവിടെ വന്ന ഗുണ്ടകൾ. ആരൊക്കെയോ നല്ലവരായ ചില ആളുകൾ ചേർന്ന് അവരെ അടിച്ചോടിച്ചു. അത്രയുമേ എനിക്കറിയൂ. വിനീത മറുപടി പറഞ്ഞു. പോലീസിനെ കളിയാക്കുന്നോടി പുല്ലേ. ബാറ്റൺ ഒന്നുകൂടി ശക്തിയായി അവളുടെ വയറിന്മേൽ അമർത്തി ഒന്ന് തിരിച്ചുകൊണ്ട് എസ് ഐ അമറി. തൻ്റെ നട്ടെല്ലാണ് ഞെരിയുന്നതെന്ന് വിനീതയ്ക്ക് തോന്നി. അതികഠിനമായ വേദനയിൽ അവളുടെ ഉടൽ വിറകൊണ്ടു. ശരി, അടിച്ചോടിക്കാൻ വന്ന നല്ലവരായ ആളുകൾ ആരൊക്കെയായിരുന്നു? അത് പറഞ്ഞേക്ക്, പരിഹാസ സ്വരത്തിൽ അയാൾ ചോദിച്ചു. എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? അയാൾ അവളുടെ സാരിക്കുത്തിൽ കടന്നു പിടിച്ചു. നിങ്ങളെ കാണാനും സംസാരിക്കാനും മാന്യന്മാരായ കുറേ ചെറുപ്പക്കാർ ഇന്നലെ ഈ മുറ്റത്ത് കയറി വരുന്നു. ഉടനെ തന്നെ അവർ അടിച്ചോടിക്കാൻ പാകത്തിൽ 4-5 പേർ ഈ മുറ്റത്ത് അവതരിക്കുന്നു. ഈ കഥ ഞാൻ വിശ്വസിക്കണം അല്ലേടി? നിനക്ക് അവരെപ്പറ്റി ഒരു മനസ്സറിവുമില്ല. ആകാശത്തുനിന്ന് പറന്നു വീണ ദേവന്മാരാണോടി അവർ? അതോ പാതാളത്തിൽ നിന്ന് പൊട്ടിമുളച്ച അസുരന്മാരോ? എനിക്കറിയില്ല. വിനീത തൻ്റെ മറുപടി ആവർത്തിച്ചു. രാജശേഖരൻ സാരിക്കുത്തിലെ പിടി മുറുക്കി താഴേക്ക് അമർത്തി. നിന്നെക്കൊണ്ട് ഞാനിന്ന് പറയിക്കും. വിനീത എരിയുന്ന കണ്ണുകളോടെ അയാളെ നോക്കി. എന്നെയോ എൻ്റെ അമ്മയെയോ അനുജത്തിയെയോ അപമാനിച്ചാൽ പത്രങ്ങൾക്കും അധികാരികൾക്കും കത്തുകൾ എഴുതി അയച്ചിട്ട് ഞങ്ങളിവിടെ ആത്മഹത്യ ചെയ്യും. ഭീഷണിപ്പെടുത്തിയാണോടി നായിൻ്റെ മോളെ നീ? ബാറ്റൺ താഴെയിട്ടിട്ട് എസ് ഐ മറ്റേ കൈകൊണ്ട് അവളുടെ മുഖത്ത് കുത്തിപ്പിടിച്ചു. കവിളത്തും വിരലുകൾ കുത്തി അമർത്തി. വേദന കൊണ്ട് വിനീതയുടെ വായ തുറന്നുപോയി. ആരൊക്കെയാണോടി നിൻ്റെ പുതിയ കാവൽക്കാർ? എനിക്കറിയില്ല. അവൾ ഞരങ്ങി. അവളുടെ മുഖവും ശിരസിൻ്റെ പിൻഭാഗവും അയാളുടെ ബലിഷ്ഠമായ കൈപ്പത്തിക്കും ചുമരനും ഇടയിൽ ഞെരിഞ്ഞമർന്നു. കലിപൂണ്ട എസ് ഐ അവളുടെ സാരിക്കുത്തിൽ പിടിച്ച് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കി. ഒരു കൊലപാതകിയുടെ സന്തതി അല്ലേടി നീ? ഒട്ടും മോശം വരില്ലല്ലോ. അവൻ്റെ ക്രിമിനൽ ബ്ലഡ് അല്ലേടി നിൻ്റെ ഞരമ്പിലൊഴുകുന്നത്? നിന്നെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനറിയാം. ഒരു കളിപ്പാട്ടം കണക്കി അയാൾ അവളെ വട്ടം ചുഴറ്റുകയും ഇടയ്ക്ക് ഭിത്തിയിൽ കൊണ്ടുചെന്ന് ഇടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അവളുടെ സാരിക്കുത്തഴിഞ്ഞ് ഊർന്നു വീണു. കാൽ കൊണ്ട് അവളെ തട്ടി താഴെ വീഴ്ത്തിയിട്ട് അയാൾ മുടിക്ക് കുത്തിപ്പിടിച്ച് മേലോട്ട് ഉയർത്തി. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട്. എസ് ഐ ചെന്ന് വാതിൽ തുറന്നു. ആ തള്ളേ മോളെ ഇങ്ങോട്ട് കയറ്റ്, അയാൾ കോൺസ്റ്റബിൾമാരോട് ആജ്ഞാപിച്ചു. അങ്ങോട്ട് കയറി ചെല്ല്, ഒരു കോൺസ്റ്റബിൾ ശാന്തമ്മയോട് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. മറ്റൊരു കോൺസ്റ്റബിൾ രാജിമോളുടെ ചുമലിൽ പിടിച്ച് വാതിലിന് നേർക്ക് തള്ളി. നിനക്കെന്താടി ഒരു മടി പോലെ? മുറിക്കകത്തേക്ക് കയറിയ ശാന്തമ്മ വിനീതിയെ കണ്ട് നടുങ്ങി. കുത്തഴിഞ്ഞുപോയ സാരിയും വാരിപ്പിടിച്ച് ചുമരിൽ ചാരി നിന്ന് കിതക്കുകയാണവൾ. മുടിക്കെട്ടഴിഞ്ഞുലഞ്ഞ് തോളത്തും മുഖത്തും മാറിലും ചിതറിക്കിടക്കുന്നു. കവിളിലും ചുണ്ടിലും ചോരപ്പാടുകൾ. മോളെ, ശാന്തമ്മ നിലവിളിച്ചു. തൊള്ള തുറക്കണ്ടതള്ളേ. നിന്റെ മോളെ ഞാൻ ബലാത്കാരം ചെയ്തിട്ടൊന്നുമില്ല. ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും അവൾ ഉടുത്തതൊക്കെ അഴിഞ്ഞു പോയെന്നേ ഉള്ളൂ. എസ് ഐ രാജശേഖരൻ പുച്ഛത്തോടെ പറഞ്ഞു. ശാന്തമ്മ വിശ്വാസം വരാതെ അവളുടെ അടുത്തേക്ക് ചെന്നു.
പേടിക്കണ്ടമ്മേ, വെറി പിടിച്ച ഒരു മൃഗത്തിന് എന്നെ കടിച്ചു കുടയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതിൽ പാതി ചെവിയിൽ എത്തിയിട്ടോ മറ്റോ രാജശേഖരൻ തിരിഞ്ഞ് അവളെയൊന്ന് നോക്കി. ശാന്തമ്മ രോഷാകുലിയായി അയാളുടെ നേർക്ക് ചെന്നു. നിങ്ങൾക്കുമില്ലേ സാറേ അമ്മയും പെങ്ങന്മാരും? അവരോടും നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇങ്ങനെയാണോ? മിണ്ടരുത്! എസ് ഐ ശാന്തമ്മയുടെ നേർക്ക് കൈ ചൂണ്ടി ഗർജിച്ചു. തള്ളേ മക്കളെ ഇതിനകത്തിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചവിട്ടിക്കൂട്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാ? ഈ നാട്ടിൽ തന്നെ കാണുമല്ലോ. ശാന്തമ്മ അയാളുടെ നേർക്ക് ചീറി. കഴിവറുടെ മോളെ! അയാൾ അവരുടെ മുടിയിൽ പിടിച്ച് ചുഴറ്റി ചുമരിലേക്ക് ചേർത്ത് നിർത്തി. മാനം മര്യാദയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിനക്കൊന്നും മറുപടി പറയാനില്ല അല്ലേ? നിന്നെക്കൊണ്ടൊക്കെ പറയിപ്പിക്കാനാ പോലീസ്. പിന്നെ അയാൾ രാജിമോളുടെ നേർക്ക് തിരിഞ്ഞു. ഇങ്ങോട്ട് നീങ്ങി നില്ലടി. രാജിമോൾ വിറച്ചുകൊണ്ട് അയാളുടെ മുമ്പിലേക്ക് നീങ്ങി നിന്നു. ഇന്നലെ രാത്രി ആരൊക്കെയാണ് ഈ വീട്ടുമുറ്റത്ത് വന്ന് അഭ്യാസം കാണിച്ചിട്ട് പോയത്? എനിക്കറിയില്ല. രാജിമോൾ വിതുമ്പി. ഉള്ള സത്യം തുറന്നങ്ങ് പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ തറയെ കൂടി വലിച്ചിഴയ്ക്കും. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. നീ സത്യം പറയില്ല അല്ലേ? അയാൾ അവളുടെ പാവാടക്കുത്തിന് പിടിച്ച് മുമ്പോട്ടും പിമ്പോട്ടും ഉലച്ചു. രാജിമോൾ കരയാൻ തുടങ്ങി. ശാന്തമ്മ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. അവളെ വിട്ടേക്ക്, ഞാൻ പറയാം. എസ് ഐ രാജിമോളുടെ മേലുള്ള പിടി വിട്ടു. അങ്ങനെ വഴിക്ക് വാ. നിന്നെക്കാളൊക്കെ അഭ്യാസം പഠിച്ച തെണ്ടിച്ചികളെ കൊണ്ട് സത്യം പറയിച്ചിട്ടുള്ളവനാ രാജശേഖരൻ. ആരൊക്കെയാ ഇന്നലെ രാത്രി ഇവിടെ വന്നത്? പോലീസുകാരനാണെന്ന് പറഞ്ഞ് ഇന്നലെ പകൽ ഒരാൾ വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഇപ്പോൾ തെമ്മാടികളെ രാത്രിയിൽ വന്ന് ഉപദ്രവിക്കാറുണ്ടോയെന്ന്. ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. പോലീസ് ഇടപെട്ട് അത് നിർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അയാളും അയാളുടെ കൂട്ടുകാരുമായി ഇന്നലെ രാത്രിയിൽ വന്നത്. കൊള്ളാം, നല്ല കഥ. പോലീസുകാരനാണെന്ന് പറഞ്ഞ് വന്നയാളിൻ്റെ പേര് പറഞ്ഞില്ലേ? സുകുമാരൻ. അയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. രാത്രിയിൽ അയാളുടെ കൂടെ ആരൊക്കെ വന്നു? അറിയില്ല. ആരെ അറിയില്ലേ? ഇല്ല. അവന്മാർ വീട്ടിൽ കയറി വന്ന് നിങ്ങളോട് സംസാരിച്ചില്ലേ? ഇല്ല. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള വേറെ ഒരുത്തനുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് പരിചയമുള്ള ആരുമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇത്രേ അറിയുമല്ലേ? അതെ. ബാക്കി ഇവള് പറഞ്ഞോളൂ. നിങ്ങൾ തള്ളേ മൂത്ത മോളും വെളിയിലോട്ട് ഇറങ്ങി നിൽക്ക്. ശാന്തമ്മയും വിനീതയും അനങ്ങിയില്ല. ഏലിയാസേ! രാജശേഖരൻ ഹെഡ് കോൺസ്റ്റബിളിനെ വിളിച്ചു. അയാൾ ഉടൻ മുറിയിലെത്തി. സാർ, ഈ തള്ളയെയും അവളെയും പിടിച്ച് മുറുക്കി വെളിയിലാക്ക്. അവളെ ഉപദ്രവിക്കരുത് സാർ, ഈശ്വരനെ ഓർത്ത്. ശാന്തമ്മ കെഞ്ചി. അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ ഹെഡ് കോൺസ്റ്റബിൾ ഏലിയാസ് ശാന്തമ്മയെ പിടിച്ച് പുറത്തേക്ക് തള്ളി. സാരി വാരി വലിച്ചു കുത്തിക്കൊണ്ട് വിനീത വാതിൽക്കിലേക്ക് ചെന്നു. അമ്മ, ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്ക്. ഇവരവളെ എന്ത് ചെയ്യുമെന്ന് അറിയണമല്ലോ. വനിതാ കമ്മീഷനും കോടതികളുമുള്ള നാട് തന്നെയല്ലേ ഇത്? വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഇവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ. വിനീത അമ്മയുടെ കൈക്ക് പിടിച്ച് അടുത്ത മുറിയിലേക്ക് മാറി നിന്നു. നിന്റെ ചേച്ചി പറഞ്ഞത് കേട്ടോടി? ഭീഷണി. എൻ്റെ പേരിൽ സ്ത്രീപീഡനം ആരോപിച്ച് ഈ തലയിലിരിക്കുന്ന തൊപ്പി തെറിപ്പിക്കുമെന്ന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉച്ചസ്വരത്തിൽ രാജശേഖരൻ രാജിമോളോട് പറഞ്ഞു. എന്നിട്ട് അവളുടെ ഇരുതോളത്തും കൈവച്ച് വ്യാജ വാത്സല്യത്തോടെ ചോദിച്ചു, ഇനി പറ കുഞ്ഞേ, ഇന്നലെ രാത്രി ആരൊക്കെയാണ് ഇവിടെ വന്നത്? എനിക്കറിയാൻ വയ്യ. എൻ്റെ സ്വഭാവം മാറുമേ. എൻ്റെ തൊപ്പി ഊരാൻ പാകത്തിന് എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കല്ലേ. മര്യാദയ്ക്ക് മണിമണി പോലെ മറുപടി പറഞ്ഞു. എനിക്കും നിനക്കും അതാണ് നല്ലത്. സാർ, എന്നെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ പാവങ്ങളാ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മയത്തിൽ ചോദിക്കുന്നേ. സത്യം മങ്ങു പറഞ്ഞാൽ പ്രശ്നം തീർന്നു. രാജശേഖരൻ അവളുടെ കഴുത്തിലൂടെ കൈചുറ്റി അവളെ തൻ്റെ ദേഹത്തേക്ക് ചാരി നിർത്തി. അവളുടെ തല തൻ്റെ തോളത്തേക്ക് പിടിച്ചു മലർത്തി വെച്ച് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് കണ്ണിലേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു, കുറേ നാൾ മുമ്പ് ഒരുത്തൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. രാത്രിയിൽ അവൻ ഇവിടെ കയറി വന്ന് കാണിച്ച ആഭാസത്തരം കണ്ട് നാട്ടുകാരവനെ തല്ലിച്ചതച്ച് വിട്ടു അല്ലേ? ഊവ്. എന്തായിരുന്നു അവൻ്റെ പേര്? നരേന്ദ്രൻ. നരേന്ദ്രൻ. അവൻ എഴുത്തുകാരനാണെന്നറിയാമോ? ഇല്ല. എങ്ങോട്ടാ അവൻ പോയതെന്നറിയാമോ? ഇല്ല. എവിടുന്നാ വന്നതെന്നറിയാമോ? സെൻട്രൽ ജയിലിൽ നിന്ന്. ആഹാ, ജയിൽ പുള്ളി ആയിരുന്നോ? അച്ഛൻ്റെ കൂടെ ജയിലിൽ കിടന്നയാളാ. തുടർന്ന് രാജിമോൾ തനിക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. ഇന്നലെ രാത്രി അവനും കൂട്ടുകാരും അല്ലേ ഇവിടെ വന്നത്? എനിക്കറിയില്ല. രാജശേഖരൻ്റെ കൈപ്പടം അവളുടെ വയറിന് മീതെ അമർന്നു. ഒന്നുകൂടി ആലോചിച്ച് നോക്കിക്കേ. ആരും വീട്ടിൽ കയറി വരികയോ ഞങ്ങളെ കാണുകയോ ചെയ്തില്ല. അതുകൊണ്ട് അറിയാൻ മേല. അയാളുടെ കൈ അവളുടെ പാവാടക്കുത്തിൽ തടഞ്ഞു. പൊന്നുമോള്, ഒന്നുകൂടി ആലോചിച്ച് നോക്കിക്കേ. അവനിവിടെ വന്ന് കൂട്ടുകാരെയും കൊണ്ടുവന്നു. നിങ്ങൾ അവരെ സൽക്കരിച്ചു. മറ്റവന്മാർ വരുമ്പോൾ അടിച്ചോടിക്കാനുള്ള എല്ലാ ഒത്താശയും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു, ഇല്ലേ? ഇല്ല.
അയാളുടെ കൈവിരലുകൾ കിനാവെള്ളിക്കാലുകൾ പോലെ മുറുകി. പറയ്, അവനും അവൻ്റെ ആൾക്കാരും എവിടുന്നാ വന്നത്? എങ്ങോട്ടാ പോയത്? എനിക്കറിയാൻ മേല. രാജ്മോൾ പൊട്ടിക്കരഞ്ഞു. രാജശേഖരൻ്റെ പിടുത്തം അയഞ്ഞു. അയാൾ അവളെ മുറിക്ക് പുറത്തേക്ക് തള്ളി. എന്നിട്ട് കോൺസ്റ്റബിൾമാരോട് ആജ്ഞാപിച്ചു, മൂന്നിനെയും പിടിച്ച് വണ്ടിയിൽ കയറ്റ്. തൻ്റെ കയ്യിൽ പിടിക്കാനൊരുങ്ങിയ കോൺസ്റ്റബിളിനോട് ശാന്തമ്മ പറഞ്ഞു, ഈ വീട് അടച്ചു പൂട്ടിക്കോട്ടെ. മറ്റുള്ളവർ പുറത്തിറങ്ങി. ശാന്തമ്മ വീട് അടച്ചു പൂട്ടി. വിനീതയ്ക്ക് കല്ലിച്ച മുഖമായിരുന്നു. രാജ്മോൾ അടക്കിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. റോഡിലും കുറച്ച് അകലെയുള്ള അയൽ വീടുകളിലും ആളുകൾ കാഴ്ച കാണാനായി കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. പോലീസുകാർ ശാന്തമ്മയെയും പെൺമക്കളെയും റോഡിലേക്ക് കൊണ്ടുപോയി. ജീപ്പിലോട്ട് കയറ്, എസ് ഐ രാജശേഖരൻ കൽപ്പിച്ചു. അല്ല സാറേ, ശാന്തമ്മ ചോദിച്ചു. സാർ എന്തായാലും നീതി നടത്താൻ വേണ്ടിയാണല്ലോ ഞങ്ങളെ സ്റ്റേഷനിലൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നേ. ഒരു സംശയം ചോദിച്ചോട്ടെ? ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് സ്ഥിരമായിട്ട് കല്ലേറ് നടത്തുകയും തെമ്മാടിത്തരം കാണിക്കുകയും ചെയ്തവരെ സാറും സാറിൻ്റെ പോലീസുകാരും ഒന്നും ചെയ്തില്ല. ആ തെമ്മാടികളെ അടിച്ചോടിക്കാൻ ആരൊക്കെയോ ശ്രമിച്ചതിൻ്റെ പേരിൽ ഞങ്ങളെയാണോ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും വേണ്ടത്? ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നടന്ന അക്രമത്തിൻ്റെ പേരിൽ ഞങ്ങളാണോ പരാതിപ്പെടേണ്ടത്, അതോ ആക്രമിക്കാൻ വന്നവരോ? ആരുടെ പരാതി അനുസരിച്ചാണ് നിങ്ങൾ നടപടിയെടുക്കേണ്ടത്? പ്രസംഗമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. അവസരം തരാം. എസ് ഐ രാജശേഖരൻ ഉഗ്രമായി ശാന്തമ്മയെ നോക്കിയിട്ട് ജീപ്പിൻ്റെ മുൻസീറ്റിൽ ചെന്ന് കയറി. നാട്ടുകാർ കേൾക്കെ ശാന്തമ്മ തന്നെ ചോദ്യം ചെയ്തത് അയാൾക്ക് അല്പം ക്ഷീണമായി. ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. സ്റ്റേഷനിലെത്തിയ ഉടൻ 3 പേരെയും പുറത്തിറക്കി. എസ് ഐ ഉടനെ തന്നെ വനിതാ പോലീസിനെ വിളിച്ചു. 3 പേരെ ലോക്കപ്പ് ചെയ്തേക്ക് അയാൾ ആജ്ഞാപിച്ചു. വനിതാ പോലീസ് അവരെ ലോക്കപ്പിൽ അടച്ചു. എസ് ഐ രാജശേഖരനെ കാണാൻ പല കേസുകെട്ടുകളുമായി സന്ദർശകർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഔദ്യോഗിക കാര്യങ്ങളിൽ മുഴുകി. ശാന്തമ്മയെയും പെൺമക്കളെയും അന്വേഷിച്ചു വരാനോ അവരെ ജാമ്യത്തിലിറക്കാനോ നടപടികൾ എടുക്കാനോ ആരും ഉണ്ടായില്ല. പകൽ മുഴുവൻ അവർ വിശന്നും ദാഹിച്ചും ലോക്കപ്പിനുള്ളിൽ തളർന്നിരുന്നു. വൈകുന്നേരം പുറത്തേക്ക് പോയ എസ് ഐ രാജശേഖരൻ തിരിച്ചെത്തിയപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. വനിതാ പോലീസിനെ വിളിപ്പിച്ച് അയാൾ ശാന്തമ്മയുടെയും മക്കളുടെയും കാര്യം തിരക്കി. അവർക്ക് ആഹാരം വല്ലതും കൊടുത്തോ? ഇല്ല. ആ, നന്നായി. ഒന്നും കൊടുക്കരുത് ആ തള്ളയ്ക്കും മക്കൾക്കും. ശൗര്യം ലേശം കൂടുതലാണ്. അവർ നല്ലപോലെ ക്ഷീണിച്ചോട്ടെ. രാത്രിയിൽ ചോദ്യം ചെയ്യാനുള്ളതാ. രാജശേഖരൻ പോയി ഭക്ഷണം കഴിച്ചു. തൊപ്പി ഊരി മേശപ്പുറത്ത് വെച്ച ശേഷം അയാൾ ശാന്തമ്മയെയും രാജിമോളെയും വിനീതയെയും അടച്ചിരുന്ന ലോക്കപ്പിലേക്ക് ചെന്നു. എസ് ഐ രാജശേഖരൻ ലോക്കപ്പിൽ നിന്ന് ഓരോരുത്തരെയായി വിളിച്ചിറക്കി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. നരേന്ദ്രൻ ആരെന്നാണ് അയാൾക്ക് മുഖ്യമായും അറിയേണ്ടത്. അയാൾ എവിടെയാണ് താമസം? അയാളുടെ അഡ്രസ്സ് എന്താണ്? സംഘാംഗങ്ങൾ ആരൊക്കെയാണ്? തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് ശാന്തമ്മയും വിനീതയും രാജിമോളും പറഞ്ഞു. രാജശേഖരൻ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. ഭീഷണിപ്പെടുത്തിയും ചില കൈപ്രയോഗങ്ങൾ നടത്തിയും നോക്കി. പക്ഷേ അയാൾക്ക് കൂടുതൽ വിവരം ഒന്നും കിട്ടിയില്ല. സഹി കെട്ട് ശാന്തമ്മ പറഞ്ഞു, കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി അന്വേഷിക്കണം സാറേ. അവിടെ കാണുമല്ലോ എല്ലാ റെക്കോർഡുകളും. പിന്നെ എന്തിനു ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നു? അന്വേഷിക്കുമെടി. പൂജപ്പുരയല്ല, വേണ്ടി വന്നാൽ തീഹാർ സെൻട്രൽ ജയിലിൽ പോയി അന്വേഷിക്കും. അവനെ കസ്റ്റഡിയിലെടുത്ത് അടിച്ച് ചതച്ച് ഇഞ്ചപ്പരുവുമാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ. അതിന് പോന്നവനാ രാജശേഖരൻ. അയാൾ കലി തീരാതെ അവരുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിങ്ങൾക്കുള്ള വീതം ഞാൻ വേറെ കരുതി വെച്ചിട്ടുണ്ട്. ഭീഷണി മുഴക്കിയിട്ട് രാജശേഖരൻ പോയി. ആ രാത്രിയിൽ ശാന്തമ്മയ്ക്കും മക്കൾക്കും ലോക്കപ്പിനുള്ളിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. പിറ്റേന്ന് ഉച്ച തിരിഞ്ഞപ്പോഴേക്കും വിശപ്പും ദാഹവും കൊണ്ട് രാജിമോൾ അവശയായി. ലോക്കപ്പിനുള്ളിൽ അവൾ തലചുറ്റി വീണു. 3 മണിയോടെ രാജശേഖരൻ വന്ന് അവരെ വിട്ടയച്ചേക്കാൻ വനിതാ പോലീസിനോട് നിർദ്ദേശിച്ചു. എഴുതി ഒപ്പുവയ്പ്പിച്ചിട്ടേ വിടാവൂ എന്ന് ഹെഡ് കോൺസ്റ്റബിളിനോടും പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിൽ വന്ന് നിങ്ങൾ 3 പേരും എന്നെ കണ്ടുകൊള്ളണം. ഒന്നെങ്കിൽ അവനെപ്പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങൾ നിങ്ങൾ പറയുന്നത് വരെ, അല്ലെങ്കിൽ അവനെ ഞങ്ങൾ പിടികൂടുന്നത് വരെ. നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശാന്തമ്മയും മക്കളും വിട്ടയക്കപ്പെട്ടു. അവർ വീട്ടിൽ തിരിച്ചെത്തി. വിനീത വീട്ടിൽ വന്നയുടൻ കുളിച്ച് വേഷം മാറി കടയിൽ പോയി. അമ്മയ്ക്കും അനുജത്തിക്കും ബ്രെഡും പഴവും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. നരേന്ദ്രൻ ഓണത്തിന് മുമ്പ് കൊടുത്തിട്ട് പോയ പൈസ എത്ര പിശുക്കി ചിലവാക്കിയിട്ടും തീരാൻ പോവുകയാണ്. ഇനി ആകെ ശേഷിക്കുന്നത് 6 10 രൂപ നോട്ടുകളും അല്പം ചില്ലറത്തുട്ടുകളും. പിറ്റേന്ന് രാവിലെ തന്നെ ശാന്തമ്മ മക്കളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എസ് ഐ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഏത് നിമിഷവും തിരിച്ചു വരാം.
വരുമ്പോൾ മുഖം കാണിച്ചിട്ടേ പോകാവൂ. നേരെ ഉച്ചയായി, വൈകുന്നേരമായി. സ്റ്റേഷൻ വരാന്തയിൽ നിന്ന് അമ്മയുടെയും മക്കളുടെയും കാല് കഴിച്ചു. SI രാജശേഖരൻ സ്റ്റേഷനിൽ വന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു. നരേന്ദ്രനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അയാൾ അവരോട് തിരക്കി. 3 പേരെയും മാറി മാറി അല്പനേരം ചോദ്യം ചെയ്ത ശേഷം ബാക്കി നാളെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി അയച്ചു. അടുത്ത ദിവസവും രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക്. അന്നും വൈകുന്നേരം 6 മണി വരെ സ്റ്റേഷൻ വരാന്തയിൽ നിൽക്കേണ്ടി വന്നു. പതിവ് പോലെ ചോദ്യം ചെയ്യലും ഭീഷണിപ്പെടുത്തലും. ഒടുവിൽ വീട്ടിലേക്ക് മടക്കം. അടുത്ത ദിവസവും അത് ആവർത്തിച്ചു. അന്ന് രാത്രിയായിട്ടും രാജശേഖരനെ കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് തിരിച്ചു പോയേക്കാം അമ്മേ, വിനീത പറഞ്ഞു. ഇത് അയാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ട് ചെയ്യുന്നതാ. രാവിലെ മുതൽ രാത്രി വരെ സ്റ്റേഷൻ വരാന്തയിൽ വിളിച്ചു നിർത്തി പ്രദർശിപ്പിക്കുക നമ്മളെ. അയാൾ വരുന്നതിന് മുമ്പ് നമ്മൾ പോയെന്നും പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ? ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം വരാനാ അമ്മേ? വരുന്നിടത്ത് വെച്ച് കാണാം, വിനീത എന്ത് നേരിടാൻ തയ്യാറായ മട്ടിൽ പറഞ്ഞു. അവർ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ കോൺസ്റ്റബിൾ ചെറിയാൻ പറഞ്ഞു, SI വന്ന് കണ്ടിട്ട് പോകാനല്ലേ പറഞ്ഞേക്കുന്നത്? ഇനി നാളെ, വിനീത പറഞ്ഞു. അവൾ അമ്മയെയും രാജമോളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. രാത്രി 9 മണിയായപ്പോൾ പോലീസ് ജീപ്പ് വീടിന് താഴെയുള്ള റോഡിൽ വന്നു നിന്നു. SI രാജശേഖരന് 2-3 പോലീസുകാരും വീട്ടുവരാന്തയിലേക്ക് കയറി ചെന്നു. ശാന്തമ്മയും മക്കളും വാതിലടച്ച് കിടന്നു കഴിഞ്ഞിരുന്നു. രാജശേഖരൻ വാതിലിൽ മുട്ടി വിളിച്ചു. കുറേ മുട്ടിയിട്ടും തുറക്കാഞ്ഞപ്പോൾ അയാൾ ഒരു തെറിപ്പദത്തിൻ്റെ അകമ്പടിയോടെ അട്ടഹസിച്ചുകൊണ്ട് വാതിലിൽ ആഞ്ഞിടിച്ചു. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. ചില്ല് പൊട്ടിയ ജനലിനടുത്തേക്ക് വിനീത വന്നു. ആരാ അത്? വാ, കതക് തുറക്കടി പുല്ലേ. ആരാന്ന് കാണിച്ചു തരാം. SI സാറായിരുന്നോ? സാറിന് വീട് തെറ്റിയെന്ന് തോന്നുന്നു. സാറിൻ്റെ ഭാര്യയുടെ വീട് ഇതല്ല. കഴിവറുടെ മോളെ, ചവിട്ടി പൊളിക്കണ വാതില്. സാറിനിപ്പോൾ എന്താ വേണ്ടേ? ആ വിവരം പറഞ്ഞാൽ മതി. നിന്നോട് സ്റ്റേഷനിൽ വന്ന് എന്നെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് ഞാനല്ലേടി പട്ടിച്ചി പറഞ്ഞത്? രാവിലെ മുതൽ രാത്രിയാകുന്നതുവരെ ഞങ്ങൾ സ്റ്റേഷനിലുണ്ടായിരുന്നു. എന്നെ കാണാതെ നിങ്ങൾ എന്തിനു തിരിച്ചു പോന്നു? അഹമ്മദി അല്ലേടി അത്? എന്നും രാവിലെ മുതൽ സന്ധ്യ വരെ സ്റ്റേഷൻ വരാന്തയിൽ വന്ന് കാത്തു നിൽക്കുക ഞങ്ങൾ. 2-3 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. പൂച്ച എലിയെ ഇട്ട് കളിപ്പിക്കുന്നത് പോലെ. സാറിന് ഇതൊരു കളി. പ്രാണവേദനയ്ക്ക് അപ്പുറത്തും ഒരു വികാരമുണ്ട് സാറേ. ശത്രുവിനെ കടിച്ചു ചാവുന്ന ഒരു ജീവിയെ സാറിന് അറിയാമോ? നീറ് ദാ ഇതുപോലെ. ഇത് കണ്ടോ? വിനീതയുടെ കയ്യിലിരുന്ന വെട്ടുകത്തിയുടെ വായ്ത്തല തിളക്കാൻ രാജശേഖരൻ കണ്ടു. രാത്രിയിൽ എൻ്റെ വാതിൽ പൊളിച്ച് കയറുന്നവൻ പോലീസായാലും കള്ളനായാലും എനിക്കൊരുപോലെയാ. ആദ്യം കയറുന്നത് ആരായാലും അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടും. സഹിക്കാവുന്നിടത്തോളം ഞങ്ങൾ സഹിച്ചു. അത്യധികമായ വികാരക്ഷോഭത്താൽ അവളുടെ ശബ്ദം വിറച്ചിരുന്നു. കൊല്ലാനും ചാവാനും തയ്യാറായവളുടെ ശബ്ദമായിരുന്നു അത്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇനി സാറിന് ചെയ്യാനുള്ളത് ചെയ്യ്. വിനീത മുറിക്കുള്ളിലെ ലൈറ്റ് അണച്ചു. രാജശേഖരൻ എന്ത് ചെയ്യണമെന്നറിയാതെ വരാന്തയിൽ തന്നെ അല്പനേരം നിന്നു. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോളിനെ വിളിച്ച് മാറ്റി നിർത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവൾ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ സാറേ. അവൾ SPക്കോ പത്രങ്ങൾക്കോ മറ്റോ പരാതി എഴുതി അയച്ചിട്ടുണ്ടായിരിക്കും. ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കത് ദോഷം ചെയ്യും, പോൾ പറഞ്ഞു. SI രാജശേഖരനും അങ്ങനെ ഒരു ശങ്കയുണ്ടായിരുന്നു. ഒരു പ്രശ്നം രൂക്ഷമായിട്ട് പൊങ്ങി വരുമ്പോൾ എല്ലാവരും പെണ്ണുങ്ങളുടെ ഭാഗത്തേ നിൽക്കൂ. സൂര്യനെല്ലിയും വിതിരയൊക്കെ സാറിന് അറിയാലോ. പകലുള്ള വിരട്ടലും ചോദ്യം ചെയ്യലും ഒക്കെ പോരെ. ഒരുമ്പിട്ട് നിൽക്കുന്നവളാ. എന്ത് ചെയ്യാനും മടിക്കുകയല്ല. രാജശേഖരൻ അത് സമ്മതിക്കുന്ന മട്ടിൽ തലകുലുക്കി. അയാൾ വീണ്ടും ജനാലയ്ക്കടുത്തേക്ക് ചെന്നു. രാത്രി ആയതുകൊണ്ടും സ്ത്രീകൾ മാത്രമുള്ള വീടായതുകൊണ്ടും തിരിച്ചു പോവുക ഞങ്ങൾ. നീ നാളെ സ്റ്റേഷനിലോട്ട് വരുമല്ലോ. അവിടെ വെച്ച് കണ്ടോളാമെടി നായിൻ്റെ മോളെ. മുറിയിലെ ഇരുട്ടിൽ നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല. പോലീസ് റോഡിലേക്ക് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ജീപ്പ് സ്റ്റാർട്ടാവുന്ന ഒച്ച ശാന്തമ്മ കേട്ടു. അവർ രാജിമോൾക്കരികെ വിറച്ച് നിൽക്കുകയായിരുന്നു. വെട്ടുകത്തി താഴെ വീണ ഒച്ച അവരുടെ കാതിൽ വന്നലച്ചു. അടുത്ത നിമിഷം ഇരുട്ടത്ത് നിന്ന് ഒരു കരച്ചിലും. ശാന്തമ്മ മുറിയിലെ ലൈറ്റിട്ടു. വിനീത മേശമേൽ തല വെച്ച് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. വെട്ടുകത്തി സിമൻറ്റ് തറയിൽ വീണ് കിടക്കുന്നതും കണ്ടു. ചീട്ടുകളിൽ നിർത്തി ബീഡിയും വലിച്ച് കൂടാരത്തിലെ മുളന്തണ്ടിൽ ഇരിക്കുകയായിരുന്നു കരുണനും ഡാനിയും നരേന്ദ്രനും കുഞ്ഞുമോനും തങ്കച്ചനും. ശങ്കറിൻ്റെ തോട്ടം കുറച്ചകലെയായതിനാൽ അവൻ വല്ലപ്പോഴുമേ വരാറുള്ളൂ. ഒരു ബീഡി എടുത്ത് കൊളുത്തി വലിച്ചുകൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു, നാളെ എനിക്ക് നെടുങ്കണ്ടം വരെ പോകണം. എന്തിനാ? അവളെ കാണാനാണോ? കുഞ്ഞുമോൻ ചോദിച്ചു. ആരെ? നരേന്ദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. അവിടെ ഒരുത്തിയില്ലേ, കാട്ടുപൂച്ചയുടെ സ്വഭാവമുള്ള ഒരു പെണ്ണ്. അവളെ കണ്ടിട്ട് എനിക്കെന്താ കാര്യം? ഒരു കാര്യവുമില്ലേ. അവളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടല്ലേ നീ? ചിലപ്പോൾ ഈ കുഞ്ഞുമോൻ്റെ ഓരോ വർത്തമാനം കേൾക്കുമ്പോൾ താടിക്കൊരു തട്ട് കൊടുക്കാൻ തോന്നും. നരേന്ദ്രൻ അരിശം വന്നു. നീ തട്ടും.
എടാ, നിന്നെ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നെടുങ്കണ്ടത്ത് വന്ന് ജീവൻ പണയം വെച്ച് അടിയുണ്ടാക്കിയ എന്നെ നീ തട്ടണം. നമ്മളന്ന് ഈ കുഞ്ഞുമോനെ നമ്മുടെ കൂടെ എന്തിനാ ഡാനി കൊണ്ടുപോയത്? നത്തോലി പോലത്തെ ഒരുത്തനെ പിടിച്ച് 4 ചാമ്പ് ചാമ്പിയതിൻ്റെ വീരവാദം കേട്ടു മടുത്തല്ലോ. ആട്ടെ, നീ ഇപ്പം നെടുങ്കണ്ടത്തിന് പോകുന്നത് എന്തിനാന്ന് പറ, ഡാനി ചോദിച്ചു. കുറച്ച് കാശ് കൊടുക്കണ്ടേ? ഓണത്തിന് മുമ്പ് കൊടുത്ത കാശൊക്കെ തീർന്നു കാണും. അതാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാൽ പോരെ? പോരാ, അവിടുത്തെ കാര്യം എന്തായിന്ന് അന്വേഷിക്കണം. നമ്മളെ അടിച്ചു വിട്ടവന്മാരെ പിന്നെ ഉപദ്രവിക്കാൻ വന്നോന്നറിയണ്ടേ? അതൊന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അത് ശരിയാ, കരണം പറഞ്ഞു. നോവൽ നാളെ തുടരും.